ഇന്ന് നമ്മളൊരു വെറൈറ്റി ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കുക്കുംബർ ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി 1 മണിക്കൂർ നേരത്തെ വെള്ളത്തിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ 2 കുക്കുംബറും കൂടി വേണം. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മൂത്തത് എടുക്കാതെ കുറച്ചൊരു ഇളയതൊക്കെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. നമുക്ക് അരിയാണ് കേട്ടോ വേണ്ടത്. പച്ചരി വേണം. ഇപ്പോൾ 1.5 കപ്പ് പച്ചരി. ഇതും 1 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചതാണ്. 1 മണിക്കൂർ മാത്രം കുതിർന്നാൽ മതി, ഒരുപാട് സമയം കുതിർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്കുംബർ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ ഒരു പകുതി ഭാഗം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത ഉഴുന്നും ഉലുവയും കൂടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ കുതിർത്ത് വെച്ച അരിയിൽ നിന്നും ഒരു പകുതി ഭാഗം ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. ഈ കുക്കുംബറിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതി ഇത് അരഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കുക്കുംബറും അരിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതി നമുക്ക് അരച്ചെടുക്കാനായിട്ട്. പറ്റാവുന്നത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അഥവാ വെള്ളം വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 12 മണിക്കൂർ വെച്ചാൽ മതി. 10 മുതൽ 12 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 12 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത് വെച്ച മാവാണ്. മാവ് ഒരുപാട് അങ്ങ് പൊന്തി വരുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഇരിക്കും. കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്ന വേറെ ഒന്നുമല്ല, നല്ല ഹോൾസൊക്കെ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലേക്ക് മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് 2 സ്പൂൺ മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരുപാട് കനം കുറച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊരു കട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ആ ബേക്കിംഗ് സോഡ ചേർത്ത കാരണം തന്നെ ഹോൾസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. നല്ല പഞ്ഞി പോലത്തെ ദോശയായിരിക്കും കേട്ടോ ഇത്. പിന്നെ വെള്ളരിക്ക നമ്മൾ ചേർത്ത കാരണം വെള്ളരിക്കയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ദോശയും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മറിച്ചിടാതെയും നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ടും ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല വെളുത്തിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. അല്ലാതെ ഏത് തരം സ്പൈസി ചട്നിയുടെ കൂടെയും നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.